എത്ര സിനിമകൾ ചെയ്തു എന്നതല്ല, എത്ര മികച്ച സിനിമകളും കഥാപാത്രങ്ങളും ചെയ്തുവെന്നതാണ് താരങ്ങൾ ജനമനസ്സിൽ എത്രകാലം നിലനിൽക്കും എന്നത് നിശ്ചയിക്കുന്നത്. എന്നേക്കും ഓർമ്മിക്കപ്പെടുന്ന ഒരു കഥാപാത്രം മാത്രം ചെയ്ത് സിനിമയും അഭിനയവും വിട്ടുപോയ നായികാനടിയാണ് ദീപ നായർ. കുഞ്ചാക്കോ ബോബൻ നായകനായ പ്രിയം എന്ന ഒരൊറ്റ സിനിമയിലൂടെ ശ്രദ്ധേയയായതാണ് ദീപ. സിനിമയും ചിത്രത്തിലെ പാട്ടുകളും കഥാപാത്രങ്ങളുമെല്ലാം പ്രേക്ഷകർക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ്. പലരും റീവാച്ച് ചെയ്യുന്ന സിനിമയുമാണ് പ്രിയം എന്നതുകൊണ്ട് തന്നെ അഭിനയത്തിൽ സജീവമല്ലാഞ്ഞിട്ടും ദീപ നായർക്ക് പ്രേക്ഷക മനസ്സിൽ ഇടമുണ്ട്. വർഷങ്ങളായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന താരം ഇപ്പോൾ കുടുംബത്തോടൊപ്പം മെൽബണിലാണ് താമസം. സോഷ്യൽ മീഡിയ വഴി അടുത്തിടെ മുതലാണ് തൻ്റെ ആരാധകരുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കിടാനുമെല്ലാം നടി തുടങ്ങിയത്. ഇപ്പോഴിതാ ദീപയുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. ദാമ്പത്യ ജീവിതം 23 വർഷം പിന്നിട്ടതിൻ്റെ സന്തോഷമാണ് പോസ്റ്റിലൂടെ താരം പങ്കുവച്ചിരിക്കുന്നത്. ദീപ രാജീവ് 23 വർഷങ്ങൾ, ആയിരക്കണക്കിന് ഓർമ്മകൾ. അന്നും ഇന്നും ട്രെൻഡിൻ്റെ പിന്തുടർന്ന് എൻ്റെ ഭർത്താവിനൊപ്പം ഞാൻ 23 വർഷത്തിലേറെ ആയി ഒരുമിച്ചാണ്. അന്നു മുതൽ ഇന്നുവരെ ഞങ്ങൾ വളർന്നു, മാറ്റങ്ങൾ കണ്ടു, ഞങ്ങൾക്കിഷ്ടമായ ഒരു ജീവിതം ഒരുമിച്ച് പടുത്തുയർത്തി. എല്ലായ്പ്പോഴും അത് പൂർണ്ണമായിരുന്നില്ല, പക്ഷേ എല്ലായ്പ്പോഴും അത് ഞങ്ങൾ ആയിരുന്നു. ഇപ്പോഴെങ്കിലും കപ്പിൾ ഗോൾസ് എന്ന വിശേഷണം നമുക്ക് അർഹമായിട്ടുണ്ട് അല്ലേ എന്നാണ് ദീപ കുറിച്ചത്. ഒപ്പം വിവാഹ സമയം മുതൽ ഇപ്പോൾ വരെയുള്ള ഫോട്ടോകളും ദീപ പങ്കുവച്ചിട്ടുണ്ട്. ഫോട്ടോകൾ കണ്ട് ദീപയ്ക്ക് അന്നും ഇന്നും ഒരു മാറ്റവും തോന്നുന്നില്ലെന്നും അതേ സൗന്ദര്യവും ചുറുചുറുക്കുമാണെന്നാണ് ഏറെപ്പേരും കുറിച്ചത്. സൂപ്പർ ചേച്ചി, പ്രിയം മൂവി മനസ്സിൽ പതിഞ്ഞുപോയ ഒന്നാണ്. ആശംസകൾ. ഒരു മാറ്റവുമില്ലല്ലോ, ഒരു സിനിമ മാത്രമേ ഉള്ളൂ എങ്കിലും അന്നും ഇന്നും ചേച്ചിയുടെ ചങ്ക് ഫാനാണ്. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ട് കണ്ണ് വെച്ച് എന്ന് പറഞ്ഞാലോ എന്നിങ്ങനെയാണ് കമൻറ്റുകൾ. ദീപയുടെ ഭർത്താവ് രാജീവ് നരയൊന്നും മറയ്ക്കാതെയാണ് ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിലർ ഒപ്പമുള്ളത് അച്ഛനാണോ എന്ന് കമൻറ്റുകളിലൂടെ ചോദിക്കുന്നുണ്ട്. അതിനും ദീപ മറുപടി നൽകി. സാഡ് ഭാവമുള്ള ഇമോജിയാണ് ദീപ മറുപടിയായി നൽകിയത്. ആദ്യത്തെ കാഴ്ചയിൽ അങ്ങനെ തോന്നിയെന്നും വേദനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ലെന്നും കമൻറ്റിട്ടയാൾ സോറി പറഞ്ഞുകൊണ്ട് കുറിച്ചു. ഇനി ഓഫറുകൾ വന്നാൽ സിനിമയിലേക്ക് തിരിച്ചു വരുമോ എന്ന് ആരാധകർ ചോദിച്ചപ്പോൾ അവസരം എന്താണെന്നതിനെ ആശ്രയിച്ചിരിക്കും തീരുമാനമെന്നാണ് ദീപയുടെ മറുപടി. 2 മക്കളാണ് ദീപയ്ക്കും രാജീവിനും ഉള്ളത്. 2022 ദീപയുടെ വിവാഹം.